നമസ്കാരം. ദുരന്തർ 2 ഈ മാസം തന്നെ തിയേറ്ററിലേക്ക് ഇറങ്ങി. അത് വലിയ രീതിയിൽ തന്നെ, അതായത് ബോക്സ് ഓഫീസിനെ കുലുക്കി മറിച്ചുകൊണ്ടാണ് ആദിത്യ ധർ സംവിധാനം ചെയ്ത ദുരന്തർ 2 ഇപ്പോൾ തിയേറ്ററുകളിൽ നിറഞ്ഞോടുന്നത്. പക്ഷേ ഈ സിനിമ പുറത്തിറങ്ങിയതോടുകൂടി നെഞ്ചത്തടിച്ച് ഇപ്പോൾ നിലവിളിക്കുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനിലെ പോലീസും ഉൾപ്പെടെയുള്ളവർ, അവരുടെ ടീമുകൾ അടക്കമുള്ളവർ ഇപ്പോൾ പാകിസ്ഥാനിൽ കിടന്നിങ്ങനെ ഭ്രാന്തന്മാരെ പോലെ അലിഞ്ഞു നടക്കുകയാണ്. അവിടെ പിച്ചക്കാരെ കണ്ടു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അവിടെ ചായ വിതരണം ചെയ്യുന്നവരെ കണ്ടു കഴിഞ്ഞാലോ, ഹോട്ടലിൽ കയറിയൊക്കെ എല്ലാത്തിനെയും പിടിച്ച് നീ ഇന്ത്യൻ ഏജന്റ് ആണോ, അല്ലെങ്കിൽ നിനക്ക് ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് അവരെയൊക്കെ തൂക്കിയെടുത്ത് ഇപ്പോൾ ജയിലിൽ കൊണ്ടിട്ട് വിശദമായി പരിശോധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. മൊത്തത്തിൽ പാകിസ്ഥാൻ വിരളി പിടിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിലും ഒരു സ്ഥലത്ത് അജ്ഞാതരുടെ വിളയാട്ടം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം. കാരണം എവിടെയാണ് പാകിസ്ഥാൻ ഒളിച്ചിരിക്കുന്നതെന്ന് പോലും അവർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ കൃത്യമായി തന്നെ അവർ അവരുടെ ഡ്യൂട്ടികൾ ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ദുരന്തർ സീരീസിലൂടെ ആദിത്യ ധർ പാകിസ്ഥാന്റെ നെഞ്ചിലാണ് ബോംബ് എറിഞ്ഞിരിക്കുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇന്റർനെറ്റിന്റെ അകത്തളത്തിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്നത്. കാരണം ആദ്യ ഭാഗവും രണ്ടാം ഭാഗവും പൈറേറ്റഡ് വെർഷനിലൂടെ കണ്ടതോടെ ഈ സിനിമകൾ പാകിസ്ഥാനിൽ വലിയൊരു അങ്കലാപ്പാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ വെറും ഒരു സിനിമ എന്നതിനപ്പുറം അവിടുത്തെ ഭരണകൂടവും ജനങ്ങളും ഈ പടത്തെ ഗൗരവത്തോടെ കാണാൻ വേണ്ട വെടിമരുന്നൊക്കെ ആ ചിത്രത്തിൽ ഉണ്ട് എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. പ്രധാനമായും 3 കാര്യങ്ങളിലാണ് അവിടുത്തെ സംശയത്തിന്റെ വിത്തുകൾ വീണിരിക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ ആദ്യത്തേത്, ഇത്രയും കാലം അവർ വിശ്വസിച്ചു പോകുന്ന പല സത്യങ്ങളും വെറും കെട്ടുകഥകളാണോ എന്നൊരു തോന്നൽ അവിടുത്തെ സാധാരണക്കാർക്കിടയിൽ വന്നിട്ടുണ്ട്. സിനിമയിൽ കാണിക്കുന്ന പല കാര്യങ്ങളും അവരുടെ സിസ്റ്റത്തിലെ പാളിച്ചകളെ കൃത്യമായി തന്നെ വിരൽ ചൂണ്ടുന്നുണ്ടെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ കാര്യം, അവരുടെ സുരക്ഷാ സംവിധാനങ്ങളെയും ഇന്റലിജൻസിനെയും ഇത്ര എളുപ്പത്തിൽ മറികടക്കാൻ കഴിയുമോ എന്ന പേടി ഭരണാധികാരികൾക്കിടയിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ടാകാം. അതാണ് വഴിയിൽ കിടന്നവരിൽ ഉൾപ്പെടെ പാകിസ്ഥാൻ നടത്തുന്ന റെയ്ഡ് നടത്തുന്നു എന്ന് വാർത്ത കാണിക്കുന്നത്. മാത്രമല്ല, സിനിമ ഇറങ്ങിയതിന് ശേഷവും അജ്ഞാതർ ഭീകരവാദികളെ പാക് മണ്ണിൽ വച്ച് തന്നെ കൊന്നിരിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഖലിസ്ഥാനികളും മുമ്പ് കൊല്ലപ്പെട്ട വാർത്തകളുമായി കണക്ട് ചെയ്യുമ്പോൾ ഒരു പാകിസ്ഥാനി ഭയപ്പെടുന്നതിന് കുറ്റം പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവിടുത്തെ ചർച്ചകളിൽ വലിയ രീതിയിൽ നിഴലായി നിൽക്കുന്നുണ്ട് എന്നതാണ് സ്വാഭാവികത മാത്രം. മൂന്നാമത്തെ കാര്യം കുറച്ചുകൂടി ആഴത്തിലുള്ളതാണ്. ഒരു സിനിമയ്ക്ക് എങ്ങനെ ഇത്ര കൃത്യമായി തങ്ങളുടെ ഉള്ളറകളിലെ രഹസ്യങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്നതാണ് മറ്റൊരു പ്രധാന കാര്യം. ഈ സിനിമയ്ക്ക് പിന്നിൽ വലിയൊരു പ്ലാനിംഗ് ഉണ്ടെന്നും അത് തങ്ങളുടെ രാജ്യത്തിന്റെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ മോശമാക്കാൻ ബോധപൂർവം ചെയ്തതാണെന്നും ഒരു വിഭാഗം വിശ്വസിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചാനലുകളിലൂടെയൊക്കെ അങ്ങനെ ഒരു കൗണ്ടർ ആണ് പാകിസ്ഥാനികൾ സ്വീകരിച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ ബുദ്ധിജീവികൾക്ക് മുന്നിൽ മറ്റെന്താണ് വഴി, ഇത് വെറും പ്രൊപ്പഗണ്ട ആയി തള്ളുന്നതാണ് അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത്. അവരുടെ വികാരം ഷെയർ ചെയ്യുന്ന ഇന്ത്യയിലെ ആൾക്കാരും അതേ നയം സ്വീകരിക്കുമെന്നതാണ് അവരുടെ ഏക വിശ്വാസം. സത്യത്തിൽ ഒരു സിനിമ കൊണ്ട് ഒരു രാജ്യം മൊത്തം പ്രതിരോധത്തിലായ അവസ്ഥയാണ് ഇപ്പോൾ. സത്യവും മിഥ്യവും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു തരം ആശയക്കുഴപ്പത്തിലാണ് പാക് ജനത. വിദ്വേഷത്തെക്കാൾ ഉപരി നമ്മൾ ഇത്രയും കാലം കേട്ടതൊക്കെ ശരിയാണോ എന്നൊരു വലിയ ചോദ്യചിഹ്നം ഈ സിനിമ അവിടെ ബാക്കി വെക്കുന്നുണ്ട്. മിസൈലുകളെക്കാൾ വേഗത്തിൽ ആശയങ്ങൾ അതിർത്തി കടക്കുമെന്ന് ഈ സിനിമ തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, നാളിതുവരെ ക്വാളിറ്റിയുള്ള ആശയ പ്രചരണം എക്കോസിസ്റ്റം നിർമ്മിക്കുന്നതിൽ ശ്രദ്ധിക്കാതെ പോയ സംഘപരിവാറിനും ഇതൊരു തിരിച്ചറിവാണ്. ഇടത് ഇസ്ലാമിക് ഇവാഞ്ചലിസ്റ്റ് എക്കോസിസ്റ്റം നുണകൾ കൊണ്ടും അർത്ഥസത്യങ്ങൾ കൊണ്ടും നിർമ്മിച്ചെടുത്ത പൊതുബോധത്തിനെതിരെ സത്യം പറഞ്ഞാൽ മതി എന്ന അഡ്വാൻറ്റേജാണ് സംഘപരിവാറിനുള്ളത്. അത് ആകർഷകമായി എങ്ങനെ പറയാമെന്നും ഒപ്പം എതിരാളികളുടെ മനസ്സിൽ എങ്ങനെ പ്രൊപ്പഗൻഡയുടെ എഫക്റ്റ് സംശയത്തിലൂടെ സൃഷ്ടിക്കാമെന്നും ആദിത്യ ധർ കാണിച്ചു തരുന്നുണ്ട്. അതിൽ വ്യക്തമായി പറയുന്നുണ്ട് ഓപ്പറേഷൻ ഗ്രീൻ ലീഫ് എന്തിനാണ് നടപ്പിലാക്കിയതെന്ന്. അജ്ഞാതർ എങ്ങനെ, അതായത് 10-20 വർഷം, അത് കാണ്ഡഹാർ വിമാനം റാഞ്ച് ചെയ്ത് മുതലുള്ള ആ സമയത്തുള്ള ഒരു വിദ്വേഷം, റിവഞ്ച് 35 വർഷത്തിന് ശേഷം എങ്ങനെ അതിൽ അജിത് ഡോവൽ ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ എങ്ങനെ അവരെ പക വീട്ടി എന്നുള്ളത് കൃത്യമായി തന്നെ അവർ അടിവരയിട്ട് ഓരോന്നും കാണിക്കുന്നുണ്ട്.